ടെൻഷനുള്ള ഒരാളുടെ കാര്യമാണ് പറയുന്നത്. ആൾക്ക് ഈയിടെയായിട്ട് തോന്നുകയാണ്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി ഇങ്ങനെ സർവൈവ് ചെയ്യും. പ്രത്യേകിച്ചൊരു കാരണം അവനുണ്ടായില്ല. റീസെൻ്റ്ലി ഒരു ന്യൂസ് വായിച്ചു. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഒരു ചിന്ത വന്നത്. എനിക്ക് ഏകദേശം ആ ന്യൂസിൽ കണ്ട ആളുടെ ഒരു പ്രായമൊക്കെയാണ്. അപ്പോൾ എങ്ങാനും എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാൽ എങ്ങനെയാവും എന്നുള്ളൊരു ആദ്യം മനസ്സിലേക്ക് കയറി തുടങ്ങി. അതിനുശേഷം എന്ത് ചെയ്യുന്നത് വെച്ചാൽ വൈഫിന് അതുവരെ ജോലി ഉണ്ടായിരുന്നില്ല, ജോലിക്ക് പോകേണ്ട ആവശ്യമില്ലെന്നായിരുന്നു ആൾ പറഞ്ഞത്. കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാമെന്ന്. പക്ഷേ ഈ ടെൻഷൻ കയറിയതിന് ശേഷം വൈഫിനെ മോട്ടിവേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ജോലിക്ക് പോകണം, ഒരു പ്രഷേർഡ് സിറ്റുവേഷൻ പോലെ എത്രയും പെട്ടെന്ന് എല്ലാം വേണം, എല്ലാം അവസാനിക്കാൻ പോവുകയാണ്, കുട്ടികളുടെ കാര്യം നീ നോക്കണം, അങ്ങനെ ഒരുപാട് പ്രഷർ പോലെ. ഡെഫിനറ്റ്ലി വൈഫ് ജോലി ചെയ്യുന്നതും ഇൻഡിപെൻഡൻ്റ് ആവുന്നതും ഒക്കെ തന്നെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഒരു പ്രഷേർഡ് സിറ്റുവേഷൻ പോലെ എത്രയും പെട്ടെന്ന് വേണം, എന്തോ സംഭവിക്കാൻ പോവാണെന്ന രീതിയിൽ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് വീട്ടിൽ മൊത്തത്തിലാകെ പ്രശ്നങ്ങളായി, എല്ലാവർക്കും വളരെ സങ്കടമായി. ആൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ട പോലെയാണ് എപ്പോഴും സംസാരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ടോ, എന്തെങ്കിലും സംഭവിക്കുന്നുള്ള ടെൻഷനൊക്കെ വരും. എപ്പോഴും ഇങ്ങനെ സ്വയം BP ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് പോകും വയ്യായിക ഫീൽ ചെയ്യുമ്പോൾ. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ ഈ ഭയവും ഹാർട്ട് ബീറ്റ് കൂടുന്ന പോലെ തോന്നുകയും എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള വല്ലാത്ത ഉത്കണ്ഠയും അദ്ദേഹത്തിനെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്ത് തുടങ്ങി. നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ ഉത്കണ്ഠ ഉള്ളവരുടെ ഒരു പ്രത്യേകതയാണ്, അവർക്കിങ്ങനെ ഇമാജിനറി ആയിട്ട്, നമുക്ക് എല്ലാവർക്കും ഉത്കണ്ഠ എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ തോന്നും. അപ്പോഴൊക്കെ ചെയ്യുന്നത് ഇമാജിനറി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ എന്താണ്, നാളെ എൻ്റെ ജോലി നഷ്ടപ്പെട്ടാൽ എന്താണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഉത്കണ്ഠപ്പെടും. നമ്മുടെ ആരോഗ്യം മോശമാകുമോ. പക്ഷേ റിയാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ എങ്ങനെയാണ് ഈ ഉത്കണ്ഠയിൽ നിന്ന് പുറത്തു വരുന്നതെന്ന് നമ്മൾ അന്വേഷിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് റിയാലിറ്റി ചെക്ക് ചെയ്യുക. നമ്മുടെ ചിന്തകളും ഇപ്പോൾ റിയാലിറ്റി നടക്കുന്ന കാര്യങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. ഉത്കണ്ഠയുള്ളപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഓവർ തിങ്ക് ചെയ്യും, അല്ലേ? അതേസമയം റിയാലിറ്റിയിൽ എന്താണ്, നമ്മുടെ ഹെൽത്തിന് കുഴപ്പമുണ്ടാവില്ല, നമ്മുടെ വീട്ടിലങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാവില്ല, അങ്ങനെ കാര്യങ്ങളുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഭാവിയെ പറ്റിയോ അല്ലെങ്കിൽ നടക്കുമെന്ന് നമ്മൾ തോന്നിപ്പോകുന്ന കാര്യങ്ങളെ പറ്റിയോ ഓവർ തിങ്ക് ചെയ്യാതെ, ഓവറായിട്ട് ഇമാജിൻ ചെയ്യാതെ റൈറ്റ് നൗ പ്രസൻറ്റ് മൊമെൻറ്റിൽ എന്ത് ചെയ്യാമെന്നുള്ളത് നമ്മൾ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.